ഹലോ ഗൈസ്, ജിയോഫോട്ടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എത്ര വലിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ചെറിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. തുടങ്ങി വരുന്ന യൂട്യൂബേഴ്സിന് എല്ലാവരുടെയും പ്രശ്നം വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അല്ലേ. ഞാൻ എത്ര ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ എന്താ പറയുക, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് നമ്മുടെ സർവീസിന് വേണ്ടി, നമ്മുടെ ജിയോഫോട്ടെക് ചാനൽ സർവീസിന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ഒരേ ഒരു ആവശ്യം സബ്സ്ക്രൈബേഴ്സിനെയാണ്. അതേപോലെ തന്നെ നമ്മുടെ നിങ്ങൾ ഈ ഒരു കാണുന്ന വീടിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും, എന്നെ സബ് ചെയ്യൂ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം, നമ്മൾ തിരിച്ച് സബ് ചെയ്യുക, അങ്ങോട്ട് ചെയ്യുക ഇങ്ങോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇവരുടെയൊക്കെ ആഗ്രഹം, എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ആഗ്രഹം, പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിൻ്റെ ആഗ്രഹം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം ഏകദേശം യൂട്യൂബേഴ്സിന് നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ പുതിയ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ വന്നതിന് അനുസരിച്ച്, അതായത് സാധാരണ നമുക്ക് മൂന്ന് സെക്കൻഡിൻ്റെ മുകളിൽ നമ്മുടെ വീഡിയോയിൽ ഇൻവോൾവ് ആകുന്ന ആൾക്കാരുടെ മാത്രമേ നമ്മുടെ വ്യൂ കൗണ്ട് ചെയ്യുള്ളായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ആ ഒരു വ്യൂ നമുക്ക് കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം എല്ലാ യൂട്യൂബേഴ്സിനും നല്ല രീതിയിലുള്ള വ്യൂ വരുന്നുണ്ട്. ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യൂ വരുന്നുണ്ട്. അതേസമയം 15K 20K 30K എന്നൊക്കെ ഏത് സാധാരണക്കാരായ യൂട്യൂബേഴ്സിനടക്കം 30K 20K 15K എന്നൊക്കെ പറഞ്ഞ് വ്യൂ വരാൻ തുടങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. ഓക്കെ, പക്ഷേ എന്നാലും അത്ര വ്യൂ വന്നിട്ടും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സോട്ട് വരും. നമ്മൾ ആ ഒരു വീഡിയോൻ്റെ അകത്തൂടെ ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത്? ഓക്കെ, ആ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത്. നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും, അതാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വരാത്തത്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വീഡിയോ പറയാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പുതിയതായിട്ട് തന്നെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇന്ന് ഒരു ടെക്നിക്കലായുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോൻ്റെ അപ്ഡേഷൻ വന്നതിന് ശേഷം എൻഗേജ്ഡ് വ്യൂസ്, നോർമൽ വ്യൂസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് വ്യൂസ് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ നിങ്ങളുടെ ഷോർട്ടിൻ്റെ അത് ഇപ്പം തന്നെ കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ആ വീഡിയോ പെർഫോമൻസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണും എൻഗേജ്ഡ് വ്യൂസ്. ഇതാ ഇവിടെ കാണിക്കുന്ന പോലെ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞ സാധനം കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു 16,000 വ്യൂ കിട്ടി, ഒരു ആവറേജ് ഞാൻ പറയുന്നത് 16,000 വ്യൂ കിട്ടിയ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ 16,000 വ്യൂ ചിലപ്പോൾ നിങ്ങളുടെ എൻഗേജ്ഡ് വ്യൂസ് ആയിരിക്കും വരാം. അതായത് 3 സെക്കൻഡിന് ശേഷം 3 സെക്കൻഡോളം നമ്മുടെ വീഡിയോ ഇൻവോൾവ് ആയതിനു ശേഷം വരുന്ന വ്യൂവിനെയാണ് എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്നത്. അത് മാത്രമേ നമുക്ക് യൂട്യൂബ് നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടോ നമ്മുടെ ശരിക്കും ഒരു വ്യൂ ആയി കൗണ്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്കിപ്പം നോർമലായിട്ടുള്ള വ്യൂസൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും കാണിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഈ എൻഗേജ്ഡ് വ്യൂവേഴ്സാണ് ശരിക്കും ആൾക്കാർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് കാണുന്ന ആ ഒരു വ്യൂവേഴ്സ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മൊത്തത്തിലുള്ള വ്യൂസ് നോക്കാണ്ട് ഈ എൻഗേജ്ഡ് വ്യൂസ് നിങ്ങളുടെ വീഡിയോൻ്റെ ഓരോ വീഡിയോയും ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞത് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരുടെ പോട്ടെ, നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ റീൽസായിട്ട് നമ്മൾ ഷോർട്ട് ഫേസ്ബുക്കിൻ്റെ ആയിക്കോട്ടെ യൂട്യൂബിൻ്റെ ആയിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണലുണ്ട്. വെറുതെ ഇരിക്കുന്നത് നമ്മൾ കുത്തിരും ചിരിക്കും. നമ്മൾ എത്ര പേരുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. ഞാൻ കാണുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യില്ല. എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ വീഡിയോ മുന്നോട്ട് കാണും. അതായത് നിങ്ങളെല്ലാവരും വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ സ്വന്തം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വേറൊന്നുമല്ല, നമ്മൾ ചിന്തിച്ചേ പറ്റത്തുള്ളൂ. കാരണം അല്ലാതെ നിങ്ങൾ കിടന്നിട്ട് സബ്സ്ക്രൈബ് വരുന്നില്ലേ പറഞ്ഞ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ആ ഒരു വീഡിയോ ഒന്നെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ കുത്തിയിരുന്ന് ചിരിക്കാൻ വരുന്ന, അവരുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടി അവർക്ക് ചിരിക്കാൻ വരുന്ന വീഡിയോസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ, എന്ത് ടൈപ്പ് വീഡിയോ ആയിക്കോട്ടെ, അവർക്ക് ഒരു ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന വീഡിയോ ആണെങ്കിൽ മാത്രമേ അവർ ആ ചാനൽ വീണ്ടും കാണാൻ ആഗ്രഹിക്കുകയുള്ളൂ. അങ്ങനെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരുടെ ചില ആൾക്കാരുടെ പരാതിയാണ്, എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ബട്ടൺ കാണിക്കുന്നില്ല, ദൈവമേ. എന്നെ വന്നിട്ട് ഒരുപാട് എനിക്ക് ചിരി വരിച്ചിലേക്ക് പറഞ്ഞത്, പക്ഷേ ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇതുപോലെ എനിക്കൊന്നും പറയുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, നമുക്കതിനെ പറഞ്ഞു തരാൻ വേണ്ടി ആരുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കലുണ്ട്, എടാ എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ബട്ടൺ കാണിക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടേ? സത്യം പറഞ്ഞാൽ സ്വന്തം വീഡിയോയ്ക്ക് കയറി നോക്കും, സ്വന്തം വീഡിയോൻ്റെ അകത്ത് കയറി നോക്കിയിട്ട് സ്വന്തം ചാനൽ കയറി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ കാണിക്കുന്നില്ല, അവിടെ അനലിറ്റിക്സാണ് കാണിക്കുന്നത് പറയും. ഗൈസ്, നമ്മുടെ സ്വന്തം ചാനലിൽ ഒരിക്കലും നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ കാണിക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്ത വേറൊരു ചാനൽ നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കുള്ളൂ. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ മാത്രമേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീഡിയോ ആ ഒരു
നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു 15,000 വ്യൂ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 സബ്സ്ക്രൈബർ കിട്ടുന്നുണ്ടെങ്കിൽ ആ 2 സബ്സ്ക്രൈബർക്ക് മാത്രമേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, മുന്നോട്ട് കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ ചാനൽ മുന്നോട്ട് കാണാൻ ആഗ്രഹിക്കുന്നുള്ളത് ഈ 2 സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന സബ്സ്ക്രൈബറാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതേസമയം ചില വീഡിയോയ്ക്ക് ചില ആൾക്കാർക്ക് ഒരു പറയുന്നുണ്ട്, എന്നെക്കാളും ശേഷം തുടങ്ങിയ വേറെ ചാനലുണ്ട്, അവരുടെ വീഡിയോ ഒന്നിനും കൊള്ളത്തില്ല, നമ്മൾ നോക്കുമ്പോൾ ഒന്നിനും കൊള്ളത്തില്ല. ഓക്കെ, പക്ഷേ അവരിടുന്ന ഷോട്ടിനൊക്കെ അവർക്ക് ഒരു 10,000 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒരു 10, 50, 60 സബ്സ്ക്രൈബേഴ്സ് ഒറ്റ വീഡിയോ നിന്ന് കിട്ടുന്നുണ്ട് ചേട്ടാ. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. കാരണം അവരുടെ ഷോട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അവർക്ക് അവരുടെ വീഡിയോ പിന്നെയും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിലും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഷോർട്ട് വീഡിയോ ഇടുക, അല്ലെങ്കിൽ അവർക്ക് ചിരിക്കാനുള്ള ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് മുന്നോട്ട് ആ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ള വീഡിയോ ആണ്. നമ്മൾ വെറുതെ ആർക്കാനും വേണ്ടി ഓക്കാനിച്ചെന്ന് ഇപ്പോഴത്തെ നാട്ടിലെ ഭാഷ പറയാം, ആർക്കാനും വേണ്ടി ഓക്കാനിച്ച് വെറുതെ എന്തോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്തിടുന്നതാണ്. എല്ലാ ദിവസവും ഷോട്ട് ഇടണമല്ലോ. ജിയോഫോട്ടോക്കിലെ ജിജോ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ഷോട്ട് ഇടണം, എന്നാൽ കൺസിസ്റ്റൻ്റായി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ വരണമെന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല. കാരണം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ വെറുതെ വീഡിയോ ഇട്ട് കാര്യമില്ല, ഇടുന്ന വീഡിയോ നല്ല രീതിയിൽ നമ്മൾ ആലോചിച്ച് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാലേ സബ്സ്ക്രൈബേഴ്സ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് വരാത്തതിൻ്റെ കാര്യം. അപ്പോൾ ഒരുപാട് പേരുടെ ടെൻഷനാണ് വരാത്തെന്താണ്. നമ്മുടെ കുറവ് മനസ്സിലാക്കിയിട്ട്, നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ എൻ്റെ കുറവ് മനസ്സിലാക്കി ശരിയായ രീതിയിൽ എൻ്റെ കുറ്റങ്ങൾ മനസ്സിലാക്കി പ്രൊഫഷണലായിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനൽ കയറുള്ളൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വരുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ വ്യൂ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻഗേജ് റിവ്യൂസ്, ആ എൻഗേജ് റിവ്യൂസിനാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ഇടുന്നത്. ഒരിക്കലും നോർമൽ വ്യൂസ് നിങ്ങൾ ആ പറയുന്ന നിങ്ങൾക്കൊരു 16,000 വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 7,000 വ്യൂ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എൻഗേജ് റിവ്യൂസ് കിട്ടുന്നത്. ആ എൻഗേജ് റിവ്യൂസിലുള്ള ആൾക്കാർ മാത്രമേ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അതേസമയം ഈ 16,000 വ്യൂ കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ 16,000-ൽ ബാക്കിയുള്ള ഒരു 5-8,000 പേര് നമ്മുടെ ചാനൽ തിരിഞ്ഞു നോക്കുന്ന ആൾക്കാരല്ല. അവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. വെറുതെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കട്ടായി പോകും. അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നത്. എൻഗേജ്ഡ് വ്യൂസ് എത്രയാണെന്ന് ആദ്യം പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ഇടുന്ന വീഡിയോസ് നല്ലതാണോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അല്ലാതെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളൊരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പരമാവധി നിങ്ങൾ പൈസ കൊടുത്തിട്ടൊന്നും സബ്ബ് മേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ നിങ്ങൾക്കറിയാം ബോട്ട് വഴിയുള്ള സബ്ബ് കാര്യങ്ങൾ പരമാവധി മേടിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ കൂടെ തന്നെ വന്ന് ചെയ്ത കാര്യമുള്ളൂ. ചില മറ്റേ മോണിറ്റൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചിലർ മേടിക്കുന്നുണ്ടാവും. ജെന്യുവനുള്ള സബ്ബും മറ്റേതും ഉണ്ട്, ബോട്ട് വഴിയുണ്ട്. അത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിലാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ പറയുന്ന കാര്യം ഇതാണ്, ഏറ്റവും അവസാനം. കാരണം നിങ്ങൾ ഒരു ലോങ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് വീഡിയോ ചെയ്യണം, നിങ്ങളൊരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റേ പറയുള്ളൂ. കാരണം നമ്മുടെ വീഡിയോ അവസാനം വരെ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചാനൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഉപകാരപ്പെട്ടായിരിക്കും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോൻ്റെ അവസാനം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുള്ളൂ. ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മുന്നോട്ടുള്ള വീഡിയോ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം. അതുവരെ ബൈ.